ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, TV, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ പാഞ്ഞാൾ ഗ്രാമീണ വായനശാല അനുശോചനം സംഘടിപ്പിച്ചു. ഒരു നാടിൻ്റെ ഭാഷ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഭാഷയ്ക്ക് മനുഷ്യൻ്റെ മണം നൽകി വ്യത്യസ്തമായ തലങ്ങളിലൂടെ ചലിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കഥാകാരനാണ് ശ്രീ MT വാസുദേവൻ നായർ. നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇടപെട്ടതും അദ്ദേഹത്തിൻ്റെ രചനകളും ഏതെങ്കിലും ഒരു മേഖലയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തമായ സാഹിത്യത്തെ മാറി മാറി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തി എന്ന് വേണം കരുതാൻ. ഒട്ടേറെ രചനകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സാഹിത്യത്തെ, നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ പ്രോജ്വലിപ്പിച്ചിട്ടുണ്ട്. നിർമാല്യമാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിപ്പിക്കാവുന്ന ആദ്യത്തെ ഇടപെടൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ ചില നിലപാടുകളോട് കലഹിച്ച് രചനകൾ നടത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഏറ്റവും ജനകീയമായ കലാരൂപം, കൂടുതൽ ആകർഷകമായ, ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ചലച്ചിത്രത്തെ കൂടുതൽ പേരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് ചലച്ചിത്ര പ്രവർത്തനങ്ങളിലൂടെ അത്തരം മാറ്റത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആശയത്തെ വിപുലീകരിക്കുന്നതിന് വേണ്ടി, അതുവഴി നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും വലിയ രീതിയിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ NS ജെയിംസ്, വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് K, പൂക്കാസ ചേലക്കര മേഖലാ കമ്മിറ്റി അംഗം അജിത, റിട്ടയർഡ് അധ്യാപകൻ KK ലക്ഷ്മി നാരായണൻ മാസ്റ്റർ, TM രവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വയസ്സിൽ തുടങ്ങി പുരസ്കാരങ്ങൾ നേടാൻ തുടങ്ങിയ ആദ്യ ചെറുകഥ പുരസ്കാരം 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതെന്ന് അറിയാൻ സാധിച്ചത്. അന്നു മുതൽ തുടങ്ങി ഒട്ടനവധി ഇന്ത്യയിൽ സാഹിത്യരംഗത്തും അതുപോലെ തന്നെ സാംസ്കാരികത്തും സിനിമാ രംഗത്തും ഏതെല്ലാം പുരസ്കാരങ്ങളാണോ പരമോന്നതമായിട്ടുള്ളത് അതെല്ലാം നേടിയെടുക്കുമെന്ന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹവും പാഞ്ഞാളും തമ്മിലൊരു ബന്ധം എന്ന് പറയുന്ന അത്തരത്തിലും കൂടി നമുക്ക് കണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കാരണം ശ്രീ P നാരായണൻ നായർ എഡിറ്ററായിരുന്ന മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് മാതൃഭൂമിയിൽ തുടങ്ങുന്നത് ശ്രീ പേരാത്ത് നാരായണൻ നായരാണ്. അദ്ദേഹത്തിന് ശേഷം ആ വലിയ കസേരയിൽ ഇരുന്നു കൊണ്ട് മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവായി നമ്മുടെ സാംസ്കാരിക കേരളത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി തന്ന ഒരു മഹാവ്യക്തിത്വം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികളും ഒരു വിരസതയില്ലാതെ, ഒരു ആവർത്തനമില്ലാതെ അദ്ദേഹം കഴിഞ്ഞ 20 വർഷത്തോളമായി പുതിയ രചനകളൊന്നും നടത്തിയിട്ടില്ല. അതിൻ്റെ കാരണം തന്നെ പറയുന്നുണ്ട്, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന അർത്ഥത്തിൽ, അതായത് ആവർത്തന വിരസത ഒരിക്കലും ഒരു എഴുത്തുകാരിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ്. എനിക്ക് എഴുതാനുള്ളതെല്ലാം, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് 10-20 വർഷത്തോളമായി പുതിയ രചനകളിലേക്കൊന്നും കിടക്കാതെ അദ്ദേഹം മാറി എന്നത് അദ്ദേഹത്തിൻ്റെ മഹത് വ്യക്തിത്വത്തെ ഉയർത്തി പിടിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ പുരാണങ്ങളിലെ പല കഥാപാത്രങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ നിന്നും മാറിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ കഥാപാത്രങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മളെ കൂടുതലായി
എഴുത്തിലൂടെ അതുപോലെ തന്നെ സിനിമ രംഗത്തൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യകാരൻ MT വാസുദേവൻ നായർ ഏകദേശം 91 വയസ്സോളം ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നോവല്, ചെറുകഥ, തിരക്കഥ, സിനിമാ സംവിധാനം, ഇങ്ങനെ എല്ലാ സാംസ്കാരിക മേഖലയിലും വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹം വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരാകുകയും അവിടുന്ന് അങ്ങോട്ട് മരണം വരെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പരിച്ഛേദനം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. CCV ന്യൂസ്, പാഞ്ഞാൾ.